ഹലോ, നല്ല നമസ്കാരം. വിത്ത് ലവ്. പ്രണയം എപ്പോഴും ഒരു ക്രിഞ്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇറക്കി പ്രണയിതാക്കളെ ഒന്ന് ഇത് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ജൻസി പിള്ളേരുടെ പ്രണയ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കാനും പഴയ ഗൃഹാതുത്വത്തെ ഉണർത്താനൊക്കെ വേണ്ടിയുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു വിത്ത് ലവ്. ഓക്കെ, ഇതിൻ്റെ സത്യ, മോനിഷ എന്നിവർ വിവാഹാലോചനയുടെ ഭാഗമായി ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നിടത്താണ് സിനിമയുടെ തുടക്കം. സംഭാഷണങ്ങൾക്കിടയിൽ ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ സീനിയറും ജൂനിയറുമായിട്ട് പഠിച്ചവരാണ് എന്ന് മനസ്സിലാകുന്നു. അവിടെ വച്ച് അവർ ഒരു വേറിട്ട തീരുമാനമെടുക്കുകയാണ്. തങ്ങളുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലെ കാമുകന്മാരെ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി അവരെ നേരിൽ കാണണം. പഴയ ബന്ധങ്ങളിൽ എവിടെയാണ് പിഴച്ചതെന്ന് അവർ ഇപ്പോൾ എവിടെയാണെന്നും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം സ്വന്തം വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കാം എന്ന ഒരു യാത്രയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു ഒരു സിനിമയുടെ യഥാർത്ഥ സോൾ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പേർക്ക് അനുഭവമുള്ള സാധാരണക്കാരൻ്റെ സ്കൂൾ ജീവിതത്തിൻ്റെ ആദ്യ പ്രണയത്തിൻ്റെയൊക്കെ പരാജയവും വിജയിച്ചവരൊക്കെ വളരെ ചുരുക്കമാണല്ലോ. അപ്പോൾ ഓട്ടോഗ്രാഫ് പോലെ അല്ലെങ്കിൽ 96 പോലുള്ള സിനിമകളുടെ ഒരു ക്ലാസിക് ഒരു സാധനം അല്ലെങ്കിൽ ആ പ്രണയ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുവാൻ പഴയ 90s ഒരു അല്ലെങ്കിൽ ഒരു 2000 മുമ്പുള്ള ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഒരു സാധനം അതിനെയൊക്കെ കൊണ്ടുവരാൻ പരമായി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഭിനയം നോക്കുമ്പോൾ അനശ്വരാജനാണ് സിനിമയുടെ ജീവൻ. അനശ്വരയുടെ പ്രകടനം ഒരു കിടിലം സ്കൂളിലെ റൗഡിയായ പെൺകുട്ടിയായിട്ട് പിന്നീട് പക്വതയുള്ള ഒരു യുവതിയുടെയും ഒരു മാറ്റം അനശ്വര നന്നായിട്ട് തന്നെ പ്രകടമാക്കിയിട്ടുണ്ട്. പിന്നെ അനശ്വരയ്ക്ക് തമിഴ് ഇത്തരം മലയാളം കലരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് നായകൻ അഭിഷൻ ജീവിത്ത്. സംവിധാനായിരുന്ന അഭിഷൻ്റെ നായകനായിട്ടുള്ള അരങ്ങേറ്റമാണ്. അദ്ദേഹം നന്നായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയം, അയൽവക്കത്തെ ഒരു പയ്യൻ, ഒരു ഇമേജ്, സത്യ എന്ന് പറയുന്ന കഥാപാത്രത്തെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ജീവിതമൊക്കെ വളരെ ഗംഭീരമായിട്ട്, സ്കൂൾ ജീവിതത്തിലെ കുറേ നല്ല മൊമെൻറ്റുകൾ അദ്ദേഹം വളരെ കൊച്ചു പയ്യനെ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധാനം നവാഗതനായിട്ടുള്ള മദൻ തൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ മികച്ച ഒരു കയ്യൊപ്പ് പതിപ്പിച്ചു. ലളിതമായിട്ടുള്ള കഥ മുഷിപ്പില്ലാതെ തന്നെ നന്നായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ജെൻസിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ഇന്നത്തെ യുവാക്കളുടെ സംഭാഷണ ശൈലിയും ആ ശീലങ്ങളും കൃത്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകളും അധ്യാപകരുമായിട്ടുള്ള ബന്ധവും പിന്നെ കളിയാക്കലും പ്രാങ്ക് അങ്ങനെ ഗൃഹാതത്വത്തോടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയുടെ പോസിറ്റീവ് വൈബ് എന്ന് പറയുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളെയും ഇതിൻ്റെ പോസിറ്റീവ് വൈബ് എന്ന് പറയുമ്പോൾ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും പോസിറ്റീവ് ആയവരാണെന്ന് പരസ്പരം സഹായിക്കുന്നവരാണെന്നുമുള്ള ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഒരു പോസിറ്റീവ് വൈബായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ നായകനും നായികയും തമ്മിലുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ പഴയ കാമുകനെയും കാമുകിയെയും നേരിൽ കാണുന്ന രംഗങ്ങൾ സിനിമയിലെ ഏറ്റവും വൈകാരികമായ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മോനിഷ, സത്യ, കാവ്യ, അനിൽ എന്നിവർ ഒന്നിച്ചിട്ടുള്ള രംഗം വളരെ ഗംഭീരമാക്കാൻ പരമായി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ശരവണൻ അവതരിപ്പിച്ച അധ്യാപക കഥാപാത്രം വിവാഹവേദിയിൽ വെച്ച് സത്യയെ കാണുന്ന രംഗം നല്ലൊരു മെസ്സേജ് കൂടിയൊക്കെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. മകേഷ് ബാബുവുമായി ബന്ധപ്പെട്ട റെഫറൻസ് സീനുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആവേശം നൽകുന്നതായിരുന്നു. പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ ഷാൻ റൊണാൾഡിൻ്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും വളരെ ഗംഭീരമായിരുന്നു. മറന്നുപോച്ച ആ പാട്ടൊക്കെ നല്ല ഗംഭീരമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഫ്ലാഷ് ബാക്ക് എഡിറ്റിങ്ങിലെ രംഗങ്ങൾ നോക്കുമ്പോൾ എഡിറ്റിങ് ചെയ്തിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിനെ വളരെ വർത്തമാനകാലവുമായിട്ട് തമ്മിൽ ഒരു കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കളർ ടോൺ നൽകിക്കൊണ്ട് സിനിമയെ വളരെ ഗംഭീരമാക്കി ഒരു ദൃശ്യാനുഭവം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിമർശനം നോക്കുമ്പോൾ ആദ്യ പകുതിയിൽ ചിലയിടങ്ങളിൽ കഥ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെ തോന്നി. ഒരു ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക്. പിന്നെ നായികയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നായികയുടെ മലയാളിത്വം അല്പം
കൂടുതലായി കരിച്ച തമിഴ് അത്ര ഒരു ഫ്ലൂവൻ്റായിട്ട് തോന്നുന്നില്ല. പിന്നെ നായകൻ്റെ തമാശകൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒട്ടും ഒരു ചിരി ഉണർത്താൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയാൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന, പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്കും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മുമ്പൊക്കെ പ്രണയിച്ചവരുമൊക്കെ ഈ സിനിമ ഒരു ഗുഡ് ഫീല് തന്നെ നൽകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മുമ്പ് പ്രണയിച്ചവർക്കൊക്കെ ഒരു നൊസ്റ്റു ഒക്കെ നൽകുന്നുണ്ട്. നമ്മുടെ പഴയ ലൈഫിലേക്ക്, സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലേക്കുമൊക്കെ ഒരു എത്തിനോട്ടം കൂടെയാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ സിനിമ എന്തായിരുന്നാലും ഫെബ്രുവരി 14 ഇറക്കേണ്ട സിനിമയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സിനിമ ഒരു ബെസ്റ്റ് വൈബ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായിരുന്നാലും തിയേറ്ററിൽ പോയി കാണുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഒരു ഗംഭീര ഒരു ഗുഡ് ഫീൽ തിയേറ്ററിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തന്നെ ആണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.